بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ത്യാഗ സ്മരണകൾ അനുസ്മരിച്ചുകൊണ്ടും ഹജ്ജിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടും മുസ്ലിം ലോകം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഈദുൽ അദ്ഹ ആഘോഷിക്കുമ്പോൾ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിലെ പിഞ്ചുകുട്ടികൾ അവരുടെ കലാവാസനകൾക്ക് വെളിച്ചം നൽകാൻ വേണ്ടി പെരുന്നാൾ പൂനിലാവ് എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും പിഞ്ചുകുട്ടികൾ അവരുടെ കഴിവുകൾ ഓരോന്നോരോന്നായി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകളും കഥകളും ഒപ്പനയും ഒക്കെ അവർ അവതരിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ എടുക്കുന്ന എല്ലാ പിഞ്ചു ബാലന്മാർക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സഹാധ്യാപകന്മാർക്കും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ഇതിന് സന്ദേശങ്ങൾ നൽകിയും സാമ്പത്തിക സഹായം നൽകിയും സഹകരിച്ച നാട്ടുകാരെയും രക്ഷിതാക്കളെയും കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഈദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ആദരണീയരായ അധ്യാപകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എൻ്റെ സ്നേഹസമ്പന്നരായ മക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥിനികളുടെ കലാസാംസ്കാരിക പരിപാടി നടത്തുകയാണല്ലോ. അത് നൽകിയ തലക്കെട്ട് പൂനിലാവ് എന്നതാണ്. ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിജയകരമാക്കി തീർക്കുമാറാവട്ടെ. അതിന് ഭൂമിയിൽ വലിയ സൽഫലങ്ങളും പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാനിധിയായ സർവശക്തനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് അറിയാവുന്ന പോലെ വലിയ പെരുന്നാളിൻ്റെ ചരിത്രം നമുക്കറിയാം, പശ്ചാത്തലം അറിയാം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നമുക്കറിയാം. അതുയർത്തുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അത് നമ്മുടെ കാലത്തെ ചോദ്യത്തിന് നേരെ എതിരാണ്. നമ്മുടേതൊരു ഭൗതിക സംസ്കാരത്തിൻ്റെ കാലമാണല്ലോ. എല്ലാവരുടെയും ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എനിക്കെന്ത് കിട്ടുമെന്നാണ്. ശ്രമിക്കെന്തിനാണ്? കാണുന്നതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കും, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയെടുക്കും, കിട്ടിയതൊക്കെ കെട്ടിപ്പൂട്ടി വെക്കും. അതാണ് പുതിയ ഭൗതിക നാഗരികത ഉയർത്തുന്ന ചോദ്യവും ചിന്തയും. അതേസമയം പെരുന്നാളോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് ചോദിച്ചല്ലോ, നീ എന്താണ് തരിക? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ എന്തും തരും, പൂർണ്ണമായി സമർപ്പിച്ചു. അപ്പോൾ അല്ലാഹു പരീക്ഷിച്ചു, ഏറ്റവും പ്രിയപ്പെട്ട് തരുമോ എന്ന്. അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധമായി, തയ്യാറായി. അതിൻ്റെ ഓർമ്മയാണല്ലോ, സ്മരണയാണല്ലോ ഈ ബലിപെരുന്നാൾ നമ്മിലൊക്കെ ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ ദിവസം ഈ ആഘോഷം ഉയർത്തുന്ന ചോദ്യം എന്താണ്? എന്ത് നൽകാൻ കഴിയുമെന്നതാണ്. നൽകുക എന്ന് വലിയ ത്യജിക്കലാണ്, ത്യാഗമാണ്. അതിനാൽ മഹത്തായ ത്യാഗത്തിൻ്റെ ഒരു ഓർമ്മയാണല്ലോ ഇത്. ത്യാഗത്തെ ആഘോഷമാക്കി മാറ്റുന്ന അവസരമാണ് ബലിപെരുന്നാൾ എന്നർത്ഥം. പിന്നെ ഇവിടെയുള്ള കുട്ടികളുടെ കലാസാംസ്കാരിക പരിപാടിയാണ്. നമുക്കറിയാലോ,
എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ കാലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്നു. സ്വപ്നവ്യാഖ്യാനം ജനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാലത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമക്ക് നൽകിയ മോജിസത്ത് എന്തായിരുന്നു? സ്വപ്നവ്യാഖ്യാനത്തിൽ അവരെ തോൽപ്പിക്കാനുള്ള കഴിവായിരുന്നു. മാരണക്കാരുടെ കാലത്ത് നിയോഗിതനായ പ്രവാചകനായ മൂസാ അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു നൽകിയ മോജിസത്തോ അത് അവരെ തോൽപ്പിക്കാനുള്ള മോജിസത്ത്. വലിയ ചികിത്സയും മറ്റുമൊക്കെ ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാലത്ത് ഈസാ അലൈഹി ഇസ്ലാമക്ക് നൽകിയ മോജിസത്തോ അതിലേറ്റവും ഒന്നാം സ്ഥാനത്തെത്തുക. അപ്പോൾ നമ്മുടെ ഈ കാലത്ത് നമ്മൾ ചുമതല എന്താണ്? എല്ലാ കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിനും നാഗരികതയിലും ഒക്കെ ഒന്നാം സ്ഥാനത്തെത്തുക. അതിനുവേണ്ടിയുള്ള പരിശീലനമാണല്ലോ ഈ പൂനിലാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾ പരമാവധി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉപയോഗപ്പെടുത്തുക. അത് വലിയ വലിയ നേട്ടമായിരിക്കും ജീവിതത്തിൽ നൽകുന്നതെന്നർത്ഥം. അതിനാൽ ഈ ദിനത്തിലെ ഈ പരിപാടികളൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകും. കാരണം നമ്മളുടെ നന്മയുണ്ടാക്കുന്നതാണ്. അവരാൽ നമ്മൾ പറയാറുണ്ട് നല്ലൊരു മരത്തെ പോലെയാകണം. ഒരു മരത്തെ പ്രത്യേകത എന്താണ്? അത് എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കും. അത് ആളുകൾക്ക് തണൽ നൽകും, പക്ഷികൾക്ക് വീടായിരിക്കും, അണ്ണാന് വീടാണ്, അതിന് വേര് ഭൂമി വലിയ വെള്ളം ഭൂമിയിൽ കാഴ്ത്തും, അത് തടിമര ആളുകൾ ഉപയോഗിക്കും, അതിന് ചില്ലകൾ ഗുണങ്ങൾ ആളുകൾക്ക് ഗുണം ചെയ്യും. അത് എത്രയോ ജീവികൾ ജീവിക്കാറില്ലേ ഒരു മരത്തിൽ. അങ്ങനെ നമ്മളും ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവരായി ഉപയോഗമുള്ളവരായി മാറാം. അത് നമ്മുടെ അള്ളാഹു നൽകിയ കഴിവ് നമ്മൾ ആ അർത്ഥത്തിൽ വളർത്തുക, വികസിപ്പിക്കുക, പോഷിപ്പിക്കുക. അതിനു വേണ്ടിയുള്ള നല്ല അവസരമാണ് ഈ പൂനിലാവെന്ന മേഖല, ഈ പരിപാടി. അതുകൊണ്ട് നിങ്ങളുടെ കഴിവൊക്കെ പരമാവധി വളർത്തി ഉയർത്തിക്കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണം, വീട്ടുകാർക്ക് ഉപയോഗിക്കണം. അവർക്ക് സന്തോഷമായിരിക്കും നിങ്ങളിത് ചെയ്യുമ്പോൾ. കുടുംബത്തിന് സന്തോഷം, അത് സമൂഹത്തിനും നല്ലതാണ്. ആ അർത്ഥത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുക. പൂനിലാവ് എന്ന പേരോ എന്നൊക്കെറിയാം, എല്ലാവർക്കും ഇഷ്ടമല്ലേ? 14-ാം രാവിൻ്റെ പൂനിലാവ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എത്രയോ കവിതകളുണ്ട് അതിനെക്കുറിച്ച്, കഥകളുണ്ട്, എല്ലാ ഭാഷകളിലുണ്ട് കഥകളുണ്ട്, കവിതകളുണ്ട്, രചനകളുണ്ട്. ആ പൂനിലാവ് എന്ന പേരാണ് നിങ്ങളെ ഈ നല്ല പരിപാടിക്ക് ഇതിൻ്റെ സംഘാടകർ നൽകിയത്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലെല്ലാം പുതിയ നിലാവ് വിരിയുന്ന, പൂനിലാവ് വിരിയുന്ന ഒരു പരിപാടിയായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി. അള്ളാഹുവിന് സ്തുതി. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സന്ദേശമുയർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ വരവായി. ഏവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവനെ ബലി നൽകണമെന്നായിരുന്നു ദൈവകൽപ്പന. അങ്ങേയറ്റം അനുസരണയോടെ അതിനു മുതിർന്നപ്പോൾ ഉടൻ തന്നെ ദൈവവിളിയുണ്ടായി. അരുത്, അവന് പകരം ആടിനെ അറക്കുക എന്ന് പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിച്ചു. ബലി കൊടുക്കാൻ കാണിച്ച ഇബ്രാഹിമിന്റെ സന്നദ്ധത ദൈവത്തെ സംപ്രീതനാക്കി. പ്രിയപ്പെട്ടതെന്തും ത്യജിക്കാനുള്ള ത്യാഗ സന്നദ്ധതയാണ് ആ ജീവിതത്തിന്റെ സന്ദേശം. ബലിയുടെ ത്യാഗവും അറഫ സംഗമത്തിന്റെ സാഹോദര്യ സന്ദേശവും ബലിപെരുന്നാളിന്റെ വിശേഷങ്ങളാണ്. ദൈവത്തോടുള്ള പരമമായ അനുസരണത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിതാവിന്റെ വാക്കുകളോട് അല്പം പോലും നീരസം പ്രകടിപ്പിക്കാത്ത ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉദാത്തമായ ദൈവഭക്തിയും അനുസരണയും പ്രകടമാകുന്ന വിധത്തിൽ വിശിഷ്ട സ്വഭാവ ഗുണങ്ങളോടെ ഇസ്മായിലിനെ വളർത്തിയ ഓരോ വിശ്വാസിനികളും മാതൃകയാക്കേണ്ടുന്ന ഒരു മാതാവ്. ഇവയെല്ലാം തന്നെ അനുഭവിച്ചറിയുക എന്നതാണ് ബലിപെരുന്നാൾ. അതിന് നമുക്ക് കഴിയുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും. കണ്ണീരിൽ പെരുന്നാള് ഇത് മുബറക്, ഇത് മുബറക്, കനിയേണം ഈ നാള് ഇത് മുബറക്, ഇത് മുബറക്. കണ്ണീരിൽ പെരുന്നാള് കനിയേണം ഈ നാള് കാണുമ്പോൾ ശവ്വാലിനമ്പിളി കണ്ടു. ഒരുമിച്ചൊരു പാട്ടും കളിച്ചിരിയും ഇല്ല, ഓർക്കുമ്പോൾ കരളാകെ പിടയുന്നല്ലാ. ഒരു കാലം കാണാത്തൊരു കഥയാണല്ലോ, ഒരു വീട്ടിൽ സന്തോഷം കണ്ടില്ലല്ലോ. ഒരുമിച്ചൊരു പാട്ടും കളിച്ചിരിയും ഇല്ല, ഓർക്കുമ്പോൾ കരളാകെ പിടയുന്നല്ലാ. ഒരു കാലം കാണാത്തൊരു കഥയാണല്ലോ, ഒരു വീട്ടിൽ സന്തോഷം കണ്ടില്ലല്ലോ. കരൾ പൊട്ടി കണ്ണീരിൽ തേടാം, കൈകൾ ഉയർത്തി ലഹോദ. അല്ലാ അല്ലാ അല്ലാഹു അക്ബർ, അല്ലാ അല്ലാ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ ശാന്തിനഗറിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിൽ നിർണായകമായ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച മഹത്തായ ഒരു സ്ഥാപനമാണ് നമുക്കറിയാവുന്നതുപോലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ. അതിൻ്റെ ഗതകാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വാർഷിക ഓൺലൈൻ സംഗമം സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമാകുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം
ഇതിൻ്റെ സംഘാടകർക്കുള്ള ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഗതകാലങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഏതാനും വർഷക്കാലം ശാന്തിനഗറിൻ്റെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഉയർച്ചയിലും വളർച്ചയിലും എളിയ പങ്കാളിയാകുവാനും മുന്നിൽ നടക്കുവാനും മുന്നിൽ നടക്കുന്നവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനും ഈ എളിയവനും അവസരമുണ്ടായി എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അൽഹംദുലില്ലാഹ്, അതിന് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ശാന്തിനഗറിൻ്റെ ഊടുവഴികളിൽ ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, ഈ മഹല്ലിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്തെ ത്രയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട്, അഥവാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഊഷ്മളമായ സഹവാസത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും സംയോജിപ്പിച്ചുകൊണ്ട് സാംസ്കാരികമായ നമ്മുടെ തനിമ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ അഹോരാത്രം പണിയെടുക്കുവാൻ, മെയ്മേൽ മറന്ന് അധ്വാനിക്കുവാൻ ഇതിൻ്റെ പൂർവികരും സമകാലീനരുമായ പ്രവർത്തകരോടൊപ്പം എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അറബി കാവ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ അല്ലുമ്മു മദ്റസത്തുൻ ഇദാ ആദത്തഹ ആദത്ത ശാബൻ തയ്യിബൽ ആറാഖി. അങ്ങനെയാണല്ലോ. അഥവാ ഒരു സ്ത്രീ വൈജ്ഞാനികമായും സാംസ്കാരികമായും വളർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി വളർത്തപ്പെടുന്നു എന്നല്ല, മറിച്ച് ഒരു സ്ത്രീയിലൂടെ സംസ്കാര സമ്പന്നമായ ഒരു തലമുറയെ തന്നെയാണ് വളർത്തിയെടുക്കുന്നത് എന്നതാണ് പരമാർത്ഥം. ആ കാവ്യശകലത്തെ അന്വർത്ഥമാക്കുന്ന വിധം ശാന്തിനഗറിൻ്റെ എണ്ണമറ്റ തരുണീമണികളെ, ഒരുപാട് വിദ്യാർത്ഥിനികളെ ഇസ്ലാമികമായ വിജ്ഞാനത്തിൻ്റെ തണലിൽ ധാർമ്മികവും സാംസ്കാരികവുമായ അഭ്യുന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ വളർത്തപ്പെട്ട ഈ നാടിൻ്റെ പൊന്നോമന പുത്രികളിൽ അകാലത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നും പുതുതലമുറക്ക് ജീവൻ നൽകിക്കൊണ്ട്, കരുത്ത് നൽകിക്കൊണ്ട്, തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെ നെഞ്ചിലേറ്റി പുതുതലമുറക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നവരും ആ പൂർവകാല പഠിതാക്കളിലും വിദ്യാർത്ഥിനികളിലുമുണ്ട് എന്നത് സന്തോഷകരമായ അനുഭവമാണ്. അൽഹംദുലില്ലാഹ്. ഒരു നാടിൻ്റെ നവോത്ഥാനത്തിൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ, വിഭാഗീയതകൾക്കതീതമായി ഈ നാടിൻ്റെ നവോത്ഥാന രംഗത്ത് നിർണായകമായ ചുവടുകൾ വെക്കുവാൻ അൽ മദ്രസ അൽ ഇസ്ലാമിയക്കും മദ്രസത്തുൽ ബനാത്തിനും ഒരു കാലഘട്ടത്തിൽ സാധിച്ചിരുന്നു എന്നുള്ളത് ഈ നാടിന് ഓർത്തുവെക്കാവുന്ന അഭിമാനകരമായ കാര്യമാണ്. ആ അർത്ഥത്തിൽ വിഭാഗീയതകൾക്കതീതമായി ഇസ്ലാമിക ഐക്യത്തിൻ്റെയും മാനവികതയുടെയും
അത്യുന്നതമായ പാതയിൽ ഇനിയും മുന്നോട്ട് ഗമിക്കുവാൻ ഈ മഹത്തായ സംരംഭത്തിന് അൽ മദ്രസ അൽ ഇസ്ലാമിയക്ക് അതിൻ്റെ പുതുകാല പരിചാരകർക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ സംഘാടകർക്കും ഇതിൽ പങ്കാളികളാവുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തെ അവൻ സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ी
നിൻ ചുണ്ടിൽ എന്താ തസ്ബീഹാണോ? തീരം തിരയും തിരമാലകളും റബ്ബിൻ്റെ നാമം വാഴ്ത്തുകയാണോ? റബ്ബിൻ്റെ നാമം വാഴ്ത്തുകയാണോ? ഇളകി മറിയുന്ന അറബിക്കടലെ നിൻ ചുണ്ടിൽ എന്താ തസ്ബീഹാണോ? തീരം തിരയും തിരമാലകളും റബ്ബിൻ്റെ നാമം വാഴ്ത്തുകയാണോ? റബ്ബിൻ്റെ നാമം വാഴ്ത്തുകയാണോ? സന്തോഷനാള് നന്മ നിറഞ്ഞൊഴുകും ലോകത്തിൻ
ഞാൻ ജനിക്കുന്നത് 1944 ഒക്ടോബർ 12 ഞാൻ സ്കൂളിൽ ചേർക്കുന്നത് 1943 ഒക്ടോബർ 12 അതായത് ഒരു വയസ്സ് ജാസ്തിയാക്കിയിട്ട് പിന്നെ 5 വയസ്സാക്കിയിട്ട് 49 ചേർക്കുന്നത് തന്നെ 49 ജൂണിൽ. സ്കൂളിൽ ഇത് ഒരു വയസ്സ് ജാസ്തിയാണ് എനിക്ക്. അത് എള്ളിലെ മമ്മി സാഹിബ്, അതായത് മൂപ്പർ ഇവിടുത്തെ പരിഷ്കർത്താവ്. മൂപ്പർ ഇവിടുത്തെ വെറും പിന്നെ ഗ്രാഫി ആയിട്ടുള്ള ഇതൊന്നുമല്ല, നല്ല ജോറിനാണ്. ഇവിടുത്തെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്ന നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടതാ. മൂപ്പറാ അത് ഉണ്ടാക്കിയത്. പിന്നെ കുറ്റിയാടി ഉണ്ടാക്കിയ അതോടുകൂടി തന്നെ ഇതുണ്ടാക്കി. ഇത് 30-ലാന്ന് തോന്നുന്നുണ്ട് ഉദ്ഘാടനം. എൻ്റെ ഈ സ്കൂളിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഞാൻ ചേർന്ന് എന്നെ ആദ്യം പഠിപ്പിക്കുന്നത് കളരിക്കണ്ടി കുഞ്ഞുള്ള മോശ. അയാൾ മുഹമ്മദ് ഖാൻ്റെ മരുവനായി. മൂപ്പര് പാലേരിയ മാര്യങ്കണ്ടി കുഞ്ഞുള്ള മോശ എന്നാ പറയുക. കുറേ എന്നെ ആദ്യം പഠിപ്പിച്ച്. പിന്നെ അന്നേരത്ത് കാണുന്നത് ഈ പറഞ്ഞ ഈ മതം അറബി പഠിപ്പിക്കാനുള്ളത് മാണിക്കോത്തെ ഇബ്രാഹിം വിജയാന്ന് പറഞ്ഞ ഒരാളെയാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഉടനെ പഠിപ്പിച്ചൊന്നുമില്ല. പിന്നെ എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത് വന്ന് ചേർന്ന് രണ്ടാമത് ഞാൻ വരുത്ത് തുടങ്ങിയതിന് ശേഷം പഠിക്കുന്നത് കൊടുമേൽ അമ്മദിക്കയ്യ. പിന്നെ അവർ പോയി വിട്ടിക്ക് അത് കുഞ്ഞോള മാഷ് പാലയിലേക്ക് മാറിപ്പോയി. പിന്നെ അന്നേരം തന്നെ മോരങ്ങാട്ട കുഞ്ഞോള മാഷും ഉണ്ട്. കുട്ടികൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആ മുസ്ലിം കുട്ടികളെല്ലാം കേൾക്കേണ്ടി പോകും. ഇവിടെ മുസ്ലിം കുട്ടികൾ അധികം ഉണ്ടാവും. മറ്റേ കുട്ടികൾ ജയിലാണ്ട കുറേയൊക്കെ ഉണ്ടാവും, കുറച്ചെല്ലാം. പിന്നെ ഉള്ളത് പെരട്ടിയത്തെ അതുപോലെയാറും അമേരിക്കയ ഒരാ എന്നെ പഠിപ്പിച്ച് അറബിയെല്ലാം കുറച്ചെല്ലാം പഠിച്ചല്ല വഴിയുന്ന. പിന്നെ KP കുഞ്ഞമ്മദ് മാഷും. പിന്നെ 57 ഈ അറബിക് മനുഷ്യൻ്റെ ഇത് കിട്ടിയെന്ന് പിന്നെ മൂപ്പർ അങ്ങ് ട്രെയിനിങ് പരീക്ഷയ്ക്കിരുന്ന് അങ്ങ് അതിൽ പോയി. ഈ സ്കൂൾ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ഇതുണ്ട്. സ്കൂളിലിങ്ങനെ പൊളിഞ്ഞു വീഴുന്നു. സ്കൂള് കട്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ കട്ടയാണ്. ഈ ചെറിയ മണിക്കോത്തേക്കുള്ള ആ ഭാഗവും പിന്നെ പൊട്ടിയിട്ട് പറച്ച് നീക്കി എന്നിട്ട് നേരെ പിന്നെ അഴിച്ചമാരി കെട്ടി പൊന്തിച്ച് ഒന്നാക്കി. അപ്പോൾ സ്കൂൾ മതിയാവില്ല, കുട്ടികൾക്ക് ക്ലാസ് പോരാത്തതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഈ അംഗീകാരം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ അങ്ങനെ കൊണ്ട് പറയുക. അയാൾ വലിയ നോക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പിന്നെ അയാൾക്ക് സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിക്കുക. അങ്ങനെയാണ് ഇങ്ങേപ്പുറൊരു ക്ലാസ് കെട്ടിയെടുത്ത് ഈ ഇല്ലാട്ടും മൊയ്തും ഞാനൊക്കെ ഒന്നിച്ചാണ് പഠിച്ച്. പിന്നെ വടക്കേപ്പുറത്തെ എല്ലാം മരിച്ചുപോയി. വടക്കേപ്പുറത്ത് പോയി. പിന്നെ കുഞ്ഞിക്കണ്ണൻ, ഇവിടുത്തെ കൊടുമേല കുഞ്ഞിക്കണ്ണൻ. അല്ലല്ലോ ഒല്ലാടിക്കും അതൊന്നും പ്രശ്നമൊന്നുമല്ല. അങ്ങ് അത്രയൊന്നും പഠിക്കാറില്ല. ഇത്രയൊക്കെ കുറച്ചല്ലേ പറഞ്ഞു തരുമോ, അത്രയൊന്നും പഠിക്കില്ല. അത് 57 പിന്നെ പുതിയ ഗവൺമെൻറ് ഇത് പിന്നെ അതുവരെ കേരള ഗവൺമെൻറ് അല്ലല്ലോ. എന്തെന്നാ അന്ന് തിരുവിതാംകൂറോ അല്ല തമിഴ്നാട് മദ്രാസിനോളി. പിന്നെ ഇത് കേരള സ്റ്റേറ്റ് ആയതിനു ശേഷം പിന്നെ ഇങ്ങനെയായി. അന്നേരത്തെ ഈ കൊച്ചിയിലൊക്കെ അറബി പഠിപ്പിക്കാനുള്ള ഇതിലുകൊണ്ട് അവിടെയൊക്കെ മാഷന്മാരുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുഞ്ഞമ്മദ് മാഷൊക്കെ പരീക്ഷയ്ക്ക് ഇരുന്ന് ഇവിടുത്തെ ആദ്യത്തെ മാഷ് കുഞ്ഞമ്മദ് മാഷ്, ഒന്ന് നമ്മളെ പുത്തലത്ത് സൂപ്പി മാഷോ അയാൾ, ഒന്ന് നമ്മളെ മത്തത്ത് എന്ന് പറയുന്ന പിന്നെ കുറ്റിയാടി സ്കൂളിലുണ്ടായിരുന്ന ഒരു മാഷുണ്ടായിരുന്നു, അബ്ദുള്ള മാഷ്. അയാൾ ഇവിടെ ചൊക്ലിയിലാവും അങ്ങനെ. പിന്നെ അബൂബക്കർ മാഷതാ കുറ്റിയാടി കേട്ടിയ. അയാൾ അങ്ങനെ 3-4 ആളേ ഉള്ളൂ. ബനാത്ത് നിർമ്മിക്കാൻ മുൻകൈയെടുത്തൊക്കെ ജമാഅത്ത് തന്നെയാണ്. ഇവിടെ വാതിൽ ഉണ്ടാക്കി, വാതിൽ പിന്നെ ഓരോരുത്തർ പിന്നെ
വിളിക്കുന്നുമരെ മുത്തുമ്മ ഓർ അജ്ജുമ സ്ഥലം കൊടുത്ത് അങ്ങനെ ആടെ വനാത്തുണ്ടാക്കും ഈ പെൺകുട്ടികൾക്ക്. ആദ്യത്തെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ അല്ല, ഇവിടെ കേരളത്തിലല്ല. കേരള ആദ്യം ഉള്ളത് ഇവിടെ ഉണ്ട്, ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ തുടങ്ങി ആദ്യം, രണ്ടാമത്തേത്. അങ്ങനെ കുറ്റിയാടിയും പിന്നെ വനാത്തായിട്ടില്ലെങ്കിൽ അതിൽ മറ്റേ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് പെൺകുട്ടികൾ പ്രത്യേകം. ആ ആദ്യത്തെ മദ്രസയിൽ സാലിഹ് മൊഴി വേണ്ടിയിരുന്നു. അന്ന് എന്നെ പഠിപ്പിച്ചില്ലായിരുന്നു. പിന്നെ ഒരു ഹോമിയോ ഡോക്ടറായിട്ടും ഒക്കെ വേറെ മറന്നു, എനിക്ക് ഓർമ്മയില്ല. പാലിക്കാരെ പിന്നെ പള്ളിയിൽ മൂസ ഒരു AP മൂപ്പറും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുണ്ട്.
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ബലിപെരുന്നാൾ. ലോകമാകെ കോവിഡിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എത്തിയ ഈ പെരുന്നാളിൽ പക്ഷേ ആഘോഷങ്ങളോ വിടാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് വിശ്വാസികൾ. സഹജീവി സ്നേഹത്തിന്റെയും ത്യാഗസമർപ്പണത്തിന്റെയും ഓർമ്മകളാണ് ഓരോ ബലിപെരുന്നാളുകളിലും നിറഞ്ഞു കവിയുന്നത്. പ്രവാചകൻ ഇബ്രാഹിം ആത്മത്യാഗത്തിന്റെ അഗ്നിയിൽ ചാടിച്ചെടുത്ത വിശ്വാസത്തിന്റെ ആഘോഷകാര്യമാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിശാന്തമാവുന്ന അന്തരീക്ഷം, അത്തറിന്റെ പരിമളവുമുള്ള പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ്. ആശംസകൾ കൈമാറിയും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും ഒത്തൊരുമയുടെ പങ്കുവെക്കൽ നടക്കുന്നു. എന്നാൽ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളാണ് ഇത്തവണ ബലിപെരുന്നാൾ പകരുന്നത്. ദശലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മക്കയിലെ അറഫ സംഗമത്തിൽ ഇത്തവണ കൂടിച്ചേർന്നത് ആയിരങ്ങൾ മാത്രം. പുണ്യ കഅബ പ്രദക്ഷിണം സാമൂഹിക അകലം പാലിച്ച് പ്രത്യേക ട്രാക്കിലൂടെ ആയിരുന്നു. നമ്മുടെ പള്ളികളിലെ പെരുന്നാൾ നിസ്കാരങ്ങൾ എങ്ങനെയാണെന്ന് സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും തീരുമാനം അനുസരിച്ചാകും. ഇൻഷാ അല്ലാഹ് പതിവുള്ള ഈദ്ഗാഹുകളില്ല, ആഘോഷങ്ങളുമില്ല. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും. ദൈവിക പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച പ്രവാചകൻ ഇബ്രാഹിമിന്റെ സന്ദേശം കോവിഡ് ജാഗ്രതയിൽ വിശ്വാസികളും കൈമുതലാക്കുന്നു. ജീവന്റെ വിലയുള്ള കരുതൽ വിടരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മതപഠനം സ്കൂളിൽ വെച്ച് പാടില്ല എന്ന് ഗവൺമെൻറ് നിയമം വന്നു. അപ്പം മൊത്തം ഒരു മുസ്ലിങ്ങൾക്ക് പരിഭ്രാന്തിയായി. പക്ഷേ അത് ഊർവശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അതോടുകൂടി ഓരോ ഗ്രാമത്തിലും ഈ സ്കൂളുകളേക്കാൾ നല്ല ബിൽഡിങ്ങുകൾ മദ്രസകൾക്കുണ്ടായി. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. വളരെ ചുരുക്കമാണ് മദ്രസയേക്കാൾ നല്ല സ്കൂൾ ബിൽഡിംഗ് ഉള്ള സ്ഥലങ്ങൾ. അത് ഗവൺമെൻറ്റിലായാലും എയ്ഡഡായാലും എല്ലാം ഇപ്പോഴും നല്ല ബിൽഡിങ്ങുകൾ എല്ലാ വിഭാഗത്തിനും മദ്രസകൾ തന്നെയാണ്. തന്നെയല്ല, മദ്രസ കുറേ കൂടി കാര്യക്ഷമമായി. കാരണം ഞാനിവിടെ മദ്രസ അധ്യാപകനായിരുന്ന കാലത്താണ് അവസാനമായിട്ട് മദ്രസ സ്കൂളിൽ നിന്ന് വേർപെടുത്തുന്നത്. അന്ന് രാവിലെ ഹെഡ്മാഷ് വന്നിട്ട്, ഹെഡ്മാഷ് ആരാന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, ഹെഡ്മാഷ് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ആംഗ്യം കാണിക്കും ബെല്ലടിക്കാൻ, മദ്രസ വിട്ടുള്ളവൻ. അപ്പം ഞങ്ങൾ വിട്ടു പോവുകയാണ്. അതായത് അത്രയും ഒരു വിധേയത്വത്തോടു കൂടിയാണ് അത് നടത്തിയിരുന്നത്. അതിമെന്നെല്ലാം പോയി മദ്രസയ്ക്ക് സ്വന്തം ബിൽഡിങ്ങായി, സ്വന്തം മാനേജ്മെൻറ്റായി. അങ്ങനെയൊക്കെ ആയപ്പം മദ്രസ നടത്തുന്ന അധ്യാപകർക്കും കുട്ടികൾക്കും നാട്ടുകാർക്കെല്ലാം തന്നെ അതൊരു സ്കൂൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു സംഗതിയാണെന്ന് ഒരു ബോധ്യം വന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനം നമുക്ക് ഗുണമായിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഈ വെള്ളിക്കുന്നുമൽ ഖദീജ ജുമ മരിച്ചുപോയ അവരാണ് ഇതിന് സ്ഥലം തന്നത്. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഈ പ്രാഥമിക മദ്രസയും അതോടൊപ്പം മദ്രസയിൽ ബനാത്തും കൂടിയാണ്. അങ്ങനെ മദ്രസയിൽ ബനാത്ത് ബിൽഡിംഗ് ആകുന്നവരെ നമ്മൾ അന്നത്തെ ജമാഅത്ത് ഓഫീസിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതിൽ ധാരാളം പെൺകുട്ടികൾ പഠിച്ചിരുന്നു. ആ കുട്ടികളിലെ ഇപ്പോൾ ഉമ്മമാരും വലിയമ്മമാരും ഒക്കെ ആയിട്ട് നാട്ടിൽ ഇപ്പോഴുണ്ട്. അതിൻ്റെ എല്ലാം ഗുണം അവരുടെ ജീവിതത്തിലും കാണാനുണ്ട്. മദ്രസയിൽ അന്ന് ആ മദ്രസ സ്ഥാപിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ആ തറക്കല്ലിടലിൽ നിന്ന് വന്നത് ഞങ്ങളുടെ അയൽവാസിയിരുന്ന ഞങ്ങളെ വെളാപ്പിയായിരുന്ന വളരെ പ്രായാധിക്യമുള്ള അദ്ദേഹം കൂടി ആ തറക്കല്ലിടലിന് വന്നിരുന്നു. തച്ചണ്ടി കളാപ്പ അദ്ദേഹം വളരെ പ്രായമുള്ളതാണ്. എങ്കിലും ഇതിനുള്ള താല്പര്യം കൊണ്ട് ആ തറക്കല്ലിടലിന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരെ ആ തറക്കല്ലിടലിന് പങ്കെടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുന്നിട്ടിരുന്നത് ഇവിടെ ഇതിനുള്ള മരമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നത് വെള്ളിക്കുന്നൽ ഇബ്രാഹിം ഹാജിയായിരുന്നു. വാണിയൽ പണിക്കരപ്പടിന് മുഹമ്മദ് ഹാജിയാണ് നമുക്ക് മരം ഫ്രീ ആയിട്ട് തന്നത്. അത് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് വെള്ളിക്കുന്നൽ ഇബ്രാഹിം ഹാജിയായിരുന്നു. അത് അദ്ദേഹത്തെ പലരും സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുന്നിട്ട് നിന്ന് അദ്ദേഹമാണ്. പിന്നെ ഈജെ കുഞ്ഞുമുതുക്ക ഇവർക്ക്
മുൻകൈ എടുത്തിട്ടാണ് ആ ബിൽഡിംഗ് ഉണ്ടായത്. അത് അന്ന് നല്ലൊരു സംരംഭമായിരുന്നു. അത് 100% വിജയിച്ചാൽ ഇപ്പം കാണുവാൻ സാധിക്കുമല്ലോ. സാമ്പത്തികം അന്ന് പിന്നെ പിടിയരി എടുത്തിരുന്നു, പിന്നെ വരിസംഖ്യ വാങ്ങിയിരുന്നു ആളുകളോട്. മറ്റു പിന്നെ ആളുകൾ സംഭാവന തരാറുണ്ടായിരുന്നു, പല തരത്തിലായിട്ടുള്ള സംഭാവനകൾ തരും. പിന്നെ തിരെ തികയാതിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ആളുകളോട് ഈ സംഭാവന തന്നെ പോയിട്ട് വാങ്ങും. ഇങ്ങനെയൊക്കെയാണ് നടത്തിയിരുന്നത്. പ്രയാസമായിരുന്നു, നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ കാരണം അന്ന് നാട്ടിൽ പൊതുവേ സാമ്പത്തിക നില മെച്ചമല്ലാത്തതുകൊണ്ട് ആ പ്രയാസം അതിനും നേരിട്ട്. ഞാൻ ഈ മനസ്സിൽ പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ ആദ്യം അതെ, അത് പിന്നെ KT അന്നുണ്ട്. KT വന്ന ശേഷം ഈ മദ്രസ ഉണ്ടായത്. KT ഉണ്ട്, പിന്നെ കുഞ്ഞുമുതക്കാണ്ട്, EJ ഉണ്ട്. പിന്നീട് EJ കുഞ്ഞുമുള്ള ഹാജി നമ്മളെ സഹായിക്കലുണ്ട്. അദ്ദേഹം ഇവിടെ അല്ല ഉള്ളത്, എങ്കിലും ഈ കാര്യത്തിലെല്ലാം അദ്ദേഹം സഹായിക്കലുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ അല്ല ജമാഅത്തിൻ്റെ എല്ലാ ആളുകളും, പിന്നെ എല്ലാ നാട്ടുകാർ മുഴുവൻ നമ്മൾ സഹായിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഉദാഹരണം. അദ്ദേഹം വളരെ വൃദ്ധനാണ്, എന്നിട്ട് പോലും ആ തറക്കല്ലിൽ അദ്ദേഹം വന്ന അവിടെ നേരത്തെ വന്നിരിക്കുകയും, അപ്പോൾ മനസ്സിലാക്കാമല്ലോ ആളുകൾക്ക് അതിനോടുള്ള ആഭിമുഖ്യം. മുസ്ലിങ്ങളും എല്ലാത്തിനും സഹായിക്കലുണ്ട്, എല്ലാത്തിനും. പ്രത്യേകിച്ച് ഈ തലക്കത്തറമൽ കണ്ണൻ എന്നൊരാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം നമ്മളെ കൂടെ മുസ്ലിങ്ങളെ പോലെ തന്നെ ഇതിന് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, ഒരു പേരക്കുട്ടി, മകളെ മകനോ ഇപ്പോൾ ഉണ്ടോ പറയാനാവില്ല, അവനും നമ്മളോട് ഇപ്പോഴും സഹകരിക്കുന്ന ഒരാളായിരുന്നു. ഇത് നാട്ടിലെ മുഴുവൻ
പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേര് ബുദ്ധിശാലിയായ കാക്ക. ഒരു ദിവസം ഒരു കാക്ക വെള്ളം തേടി പറക്കുകയായിരുന്നു. എവിടെയും വെള്ളം കാണാനില്ല. അപ്പോൾ അങ്ങ് ദൂരെ ഒരു കുടം കണ്ടു. അവിടേക്ക് കാക്ക പറന്നു ചെന്നു. അപ്പോൾ കാക്ക നോക്കുമ്പോൾ ഇത്തിരി വെള്ളമേനുമുള്ളൂ. അപ്പോൾ കാക്ക ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെയായി വെള്ളം കുടിക്കുക. അപ്പോൾ കാക്കക്കൊരു ബുദ്ധി തോന്നി. അവിടെ കുറേ കല്ലുണ്ടായിരുന്നു. അതെല്ലാം കുടത്തിയിട്ടു. അപ്പോൾ വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. അപ്പോൾ കാക്ക സന്തോഷത്തോടെ വെള്ളം കുടിച്ചു. കാക്ക പറന്നുപോയി. അങ്ങനെ നമ്മളെ ഒരു കുഞ്ഞുമാതാജിയുണ്ട് വാണിയക്കാരൻ, ബനാമത്താരനാ, മരക്കച്ചവടക്കാരനാ. അയാൾ കൊടുത്തതാ മരം തീർത്ത് ഫ്രീ കൊടുത്താ. പിന്നെ കാപ്പും മലബറായി അതിൻ്റെ വലിയ പ്രവർത്തകനാണ്. പിന്നെ EJ കുഞ്ഞബ്ദുള്ളാജി അയാൾ നല്ല ഒരു പിന്നെ അതിന് വേണ്ടി നല്ലോണം പ്രവർത്തിച്ചിട്ട്. പിന്നെ ദർസിൽ വെള്ളം വെച്ചാൽ പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ പിന്നെ കിതാബ് ഓതി. അതും പിന്നെ മൊയ്തു, കൊടുമേല മൊയ്തു, ഇടയത്തെ മൊയ്തു, ഞാൻ പിന്നെ മാണിക്കൊത്ത മൊയ്തു, കക്കോടത്ത് കുഞ്ഞോള. കൊടുത്ത കുഞ്ഞോള ഒരു ജമാഅത്ത് പ്രവർത്തകനാണ്. പിന്നെ അന്നേരം മാട്ടൂക്കാർ അബ്ദുറഹ്മാൻ മുസ്ലിയാറോ. പിന്നെ കാസർഗോഡ് പോയിക്ക് പറഞ്ഞ ഞാനും മാണിക്കൊത്ത മൊയ്തു, പിന്നെ കൊടുമേല മൊയ്തു, കോരങ്കോട്ട അബ്ദുള്ള, ആലിയ കോളേജിൽ, പിന്നെ മടത്ത തൂപ്പി ഒക്കെ മടത്ത
നബി അവരാരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്. ഉമ്മ ആമിന ബീബിയാണ്. അബ്ദുല്ല ഉപ്പയുമാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടത് മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. അസ്സലാമു അലൈക്കും. ഇത് ഇവിടെയുള്ള എൻ്റെ ചില കുട്ടികൾ മദ്രസയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കൊല്ലം നടത്തിയതിൻ്റെ ഒരു ബാക്കി കൂടി ജനങ്ങൾക്കറിയണം എന്നുള്ളത് എനിക്കത്രയൊന്നും അറിവൊന്നും അതിനെ സംബന്ധിച്ചില്ല എങ്കിലും ഇവിടെ മദ്രസ ഉണ്ടാകുന്നത് ഇവിടുത്തെ ജനങ്ങളാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായൊരു മദ്രസ. അന്നത്തെ കാലത്ത് അതാണ് ശരി. അന്ന് കക്ഷി രാഷ്ട്രീയമല്ല ശരി. അന്ന് ജനങ്ങളാണ് ഉണ്ടാക്കുമല്ലോ, ജനങ്ങളാണ് അങ്ങനെ ഉണ്ടാക്കിയൊരു മദ്രസ. ഞാൻ പഠിച്ചത് മദ്രസത്തു ദീനിയ LP സ്കൂൾ എന്ന സ്കൂളിൽ ഞാൻ രാവിലെ മോർണിംഗ് ക്ലാസ്സിനും ഞാനവിടെ പഠിച്ചിട്ടുണ്ട്. അന്ന് പൈക്കാട്ട് കുഞ്ഞുന്തു മുല്യാർ, കൊരട്ടയത്ത് അബ്ദുള്ള മുസ്ലിയാർ, കൊടുമേൽ കുഞ്ഞുമ്മദ് മൗലവി, കൂരങ്കോട്ട മൗലവിനെപ്പോലത്തെ ആളുകൾ. കൂരങ്കോട്ട മൗലവി അന്ന് സ്കൂളിൽ അധ്യാപകനായിരുന്നെങ്കിൽ കൂടി മദ്രസയിലും മൂപ്പരെ പഠിപ്പിച്ചിരുന്നു ഞങ്ങളൊക്കെ. അങ്ങനെ ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി നടന്ന ഒരു വയത് പരമ്പരയിൽ അന്നത്തെ കാലത്ത് പ്രമാണിമാരായിരുന്ന മർഹൂം ബാവാച്ചിയാജി, PV കുഞ്ഞമ്മദാജി വാണിമേൽ, മാമുഹാജി ഇരിക്കൂർ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ മദ്രസ, ഇന്നത്തെ സ്കൂളിൻ്റെ വാതക്കൽ മുറ്റത്ത് നമ്മളിപ്പോൾ ഇത് കെട്ടിയെ കാണുന്ന സ്ഥലത്ത് ഒരു വമ്പിച്ച് സ്റ്റേജ് കെട്ടി അവിടെ നിന്ന് വമ്പിച്ച് പ്രസംഗം നടത്തുകയും വയത് നടക്കുകയൊക്കെ ചെയ്തിട്ട് അന്നത്തെ പ്രമാണിമാരിൽ പലരും സംഭാവന ചെയ്ത മരങ്ങളും കല്ലുകൾ, മരം, ഓട് ഒക്കെ ഓരോരുത്തർ സംഭാവന ചെയ്ത. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട PV കുഞ്ഞമ്മദാജി വാണിമേലാണ് മരം മുഴുവൻ കൊടുത്തത്. അതിന് ബഹുമാനപ്പെട്ട വെള്ളിക്കുന്നൽ ഇബ്രാനാജി, വെള്ളിക്കുന്നൽ മൊയ്തു, അതുപോലെയുള്ള ഇവിടുത്തെ അന്നത്തെ യുവാക്കളായിരുന്ന ആളുകൾ ഇവിടുന്ന് വാണിമല മലയിൽ പോയി മരം മുറിച്ച് കുറ്റിയാടി വടകര എത്തിച്ച്, എന്നിട്ട് വടകരയിൽ നിന്ന് അത് ഈർന്ന് കഷങ്ങളാക്കി ഉരുപ്പടികളാക്കി കൂഞ്ഞോട്ട് കടവത്ത് തോണിയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെപ്പോഴത്തെ കുട്ടികളൊക്കെ അന്ന് ചെറിയ വായ കൊണ്ട് തെരുവ് കെട്ടിയിട്ടാണ് മരം ഇവിടെ കൊണ്ടുവന്നത് മദ്രസയിൽ. അതൊന്നും ₹1 കൂലി കൊടുത്ത് ചെയ്ത പണിയല്ല ഒന്നും, അന്ന് നാട്ടുകാരെന്നുള്ള നിലക്കങ്ങൾ ചെയ്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് കാണുന്ന ബനാത്തിൻ്റെ ഓട് മുഴുവനും കൊടുത്തത് കളരിക്കണ്ടി കുഞ്ഞുമ്മദാജിയാണ്. ഈ മദ്രസ ഉണ്ടാക്കലിന് ഇവിടുത്തെ നാട്ടുകാർ വല്ലാണ്ട് അധ്വാനിച്ച ആളുകളെ എല്ലാവരും, അത് മെയ് മറന്ന് എല്ലാവരും ഒരേ രൂപത്തിൽ അധ്വാനിച്ചിട്ടാണ് മദ്രസ ഉണ്ടായത്, ബനാത്തുണ്ടായത്. ബനാത്തുണ്ടാകുന്നതിൻ്റെ മുമ്പ് അതും പറയണം, ബനാത്തുണ്ടാകുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്നിരുന്നു. ഇവിടെയുള്ള ഒരുവിധം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു അറിവ് നൽകിയ ഒരു മനുഷ്യനാണ് മർഹൂം KT അബൂ സലീം മൗലവി. ഡോക്ടറാണ്, ഒരു ഹോമിയോ ഡോക്ടറും കൂടിയായിരുന്നു അയാൾ വന്നതിന് ശേഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഈ സാധനകൾ വന്നിട്ടുണ്ട് അയാളെ സംബന്ധിച്ച്. ഈ മദ്രസ കൊണ്ട് പഠിച്ച് വളർന്ന ആളുകൾ ഒരുപാട് ആളുകൾ പല പ്രഗത്ഭന്മാരുമായ ആളുകളുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയ ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ നാട്ടിലെങ്ങും ഒരു അറിവ് നടക്കാത്ത കാലത്ത്, ഒരു ഒലിയത്ത് അറിവ് നടക്കാത്ത കാലത്തും എൻ്റെ ഓർമ്മ വെച്ചത് മുതൽ ഒലിയത്ത് നടക്കുന്ന ഒരു സ്ഥലമാണ് വേളം ശാന്തനകൾ. അന്ന് പൈസയും പണവും കുറവുള്ള ആളുകൾ ആണ് അധികം, ഒട്ടുമിക്ക ആളുകൾ. എന്നാലും പൈസയുള്ള ആളുകൾ ആ ഈ ഒരു കർമ്മം വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ഞാളൊക്കെ അതിൽ ഒരു ഒത്താശക്കാരെന്നുള്ള ഭാഗമാക്കുകയും ചെയ്ത ഒരു ഓർമ്മ. അതുപോലെ തന്നെ പിതൃസക്കാത്ത്, അത്തരം കാര്യങ്ങളും ഒക്കെ അത് ഞാൻ പറയാം ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഉള്ള ചില ഗുണങ്ങളിൽപ്പെട്ട ചില നല്ല ഗുണങ്ങളാണെന്നാണ് ഞാൻ പറയാം. KT അബൂ സലീം മൗലവി ഞങ്ങൾക്ക് ഇപ്പോൾ തന്ന ചില ഉപദേശങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലുണ്ട്. അതുപോലെ ഒരു അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധവും
നാടിനോട് ചെല്ലും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ഏത് കുട്ടികളും തിരക്കുകൾ കൊണ്ട് പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. എന്നാണ് ചെറുപ്രായത്തിലെങ്കിലും 4ാം ക്ലാസ് വരെയെങ്കിലും എന്ത് ചെയ്യണം, നമ്മളെ സ്വന്തം മദ്രസയിലും നമ്മളെ സ്വന്തം സ്കൂളിലും കുട്ടികളെ പഠിപ്പിച്ചല്ലാതെ പുറത്തേക്ക് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കരുത് എന്നാണ് എൻ്റെ മാത്രം അഭിപ്രായം. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ആളുകൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയത് പരിപാടിയും പിന്നെ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടിയാണ് മനുഷ്യനുണ്ടാവും ഇതുണ്ടാവുക, ഉണർവുണ്ടാവുക. ഇന്നേനിപ്പോൾ ഞാൻ മറ്റൊരു ഭാഗത്തുള്ള എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ടൊരു ഇങ്ങനെ പരിപാടി നടത്തും, എനിക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടും. അത് എന്താണെന്നുള്ളത് മറ്റൊരു വശ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ നല്ല പ്രോത്സാഹനം കൊടുക്കണം. അത് കൊടുക്കുന്നത് ഞാനൊക്കെ തന്നെ മുമ്പ് ഒക്കെ പിന്നെ നിങ്ങളൊക്കെ ഇല്ലാതെടുത്ത കാലത്ത് തന്നെ ഞാനൊക്കെ ഇവിടെ പിന്നെ നാടകവും പിന്നെ മദ്രസയും പള്ളിയും പലതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും നടത്തുകയൊക്കെ ചെയ്ത ആളുകളാണ്. പിന്നെ അത് ഈ ഒരു ബന്ധങ്ങളൊക്കെ ഇപ്പവും പലരുമായിട്ട് നടക്കും. ഞാനിപ്പോൾ ആളെ കണ്ട താഴെ കണ്ട ബാലൻ ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിച്ചപ്പം ഒരു ബാലൻ ബട്ടകര എന്ന് പറഞ്ഞ ബാലനൊക്കെ അഭിനയിച്ചു. അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ഇത്തരം ചില കാര്യങ്ങൾ കൂടി എന്താക്കാൻ സാധിക്കും, കൂടുതൽ പിന്നെ കുട്ടികളുടെ മനസ്സിനെ അടുപ്പിക്കാൻ കഴിയും. ഇപ്പം പരസ്യമാർ ചെയ്തുകൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വളരെയധികം അഭിനന്ദനങ്ങൾ ഇതിൻ്റെ സംഘാടകർ അറിയിക്കുന്നതോടൊപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ വന്നുപെട്ടിട്ടുള്ള ഈ മഹാവിപത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ കുടുംബത്തെയും പിന്നെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുല്ലു ആമിൻ ബിഖൈർ. അസ്സലാമു അലൈക്കും. പമ്മകരി തങ്കത്തുങ്ക തതിങ്കിണ വിമൃത തിമികിട മേളം നഗതം തരി സരിഗമ തിങ്കിട തിങ്കിണ തിന്തിമി തളങ്കൃത താളം സംഗൃത പമ്മകരി തങ്കത്തുങ്ക തതിങ്കിണ വിമൃത തിമികിട മേളം നഗതം തരി സരിഗമ തിങ്കിട തിങ്കിണ തിന്തിമി തളങ്കൃത താളം മോടെ തിരു സ്വർഗനഗർക്ക കഞ്ചത്തെ സുന്ദര ഊരുന്നിത ചിത്തിരമുത്തിര കഞ്ചത്തെ വിൺകതിരോ നോവിൻ പഴങ്കതിരോ നെഞ്ചത്തെ വിണ്ടിടുൽ മുടി വര സംഗതി കൊണ്ട് കഞ്ചത്തെ ഒന്നും മുടി വണ്ടിരകത്ത കറുപ്പ് വെരുപ്പ് മുടഞ്ഞിട്ട കുനിഞ്ഞത് കെട്ട ചിട്ടാൽ അണപേടുൽ മടപടി വരെ സുത്ത കമലിൻ വളപൊത്ത മികാനു സലം വട്ടത്തിൽ മതവട്ടത്തിൽ മുഖത്തകജഗജം തകതതിങ്കിണ കൃതി കീട സംഹരിതം കില്ല തകതിമി തളങ്കൃത ജന്മൃതം സ്വർഗതലമില പല ധ്വനി കളിതിരി കുഴലികൾ സംകൃത പമ്മകരി തകത്തുങ്ക തതിങ്കിണ തിങ്കൃത തിമികിട മേളം തകതം തരി സരിഗമ തക്കിട തതിങ്കിണ തിമി തളങ്കൃത താളം മലർതൊടി ചെപ്പിപ്പിടകവിത്തടം ഇമ്പമുള്ള അതിശയവാക്കും തിരുചെഞ്ചലിൽ മികവർണ്ണ പിട്ടവട്ട സുമക്കണ്ണാൽ കൊഞ്ചിച്ചിരിച്ച വെട്ടും നോക്കും ചെമ്പകം മലർതൊടി
ചെപ്പിപ്പിടക വിത്തടം ഇമ്പമുള്ള അതിശയമാക്കും തിരുചെഞ്ചലിൽ മികവർണ്ണ പിട്ടവട്ട സുറുമക്കണ്ണാൽ കൊഞ്ചിച്ചിരിച്ച വെട്ടും നോക്കും ബക്കാറക്കായത്തും കണ്ണിയ വിട്ടിട്ട് എമ്പിടും മഹർ വീതി കരിമച്ചപ്പുക വിട്ടിട്ട് സമ്പ്രദായമോ കുഞ്ഞിക്കിണ്ണമി വെട്ടം ചുറ്റിട്ട് താരസ കരിയുറുമ്മ കോമലയും ഒത്തിട്ട് ചെപ്പാണേ പളുങ്കക്കുടമോ ചെറിയാതുരയാതെ നിൽപ്പാണേ താരമെപ്പോഴും ഇപ്പടി കപ്പിലും എപ്പിടി കൊൽപ്പാണേ കൊതിയാലെ കമ്മലിള കീടും ചുട്ട കമ്മലിൻ വളവൊത്ത മികാനു സ്ഥലം വട്ടത്തിൽ മന്ത്രമട്ടത്തിൽ മുഖതകജഗജം തകതതിങ്കിണ കൃതി കീട സംസരിതം കില്ല തകതിമി തളങ്കൃതം സ്വർഗതലമില പല ധൂനി കള്ളി ചിരിക്കുഴലികൾ സംകൃത പമ്മകരി തുങ്ക തുങ്ക തതിങ്കിണ തിങ്കൃത തിമികിടമേളം തകതന്തരി സരിഗമ തക്കിട തിങ്കിണ തിമി തളങ്കൃത താളം സംകൃത പമ്മകരി തുങ്ക തുങ്ക തതിങ്കിണ തിങ്കൃത തിമികിടമേളം തകതന്തരി സരിഗമ തക്കിട തിങ്കിണ തിമി തളങ്കൃത താളം അടച്ച നന്നാക്കട്ടെ അള്ളാൻ്റെ എല്ലാം വെച്ചോ നമ്മക്ക് പരിക കവറിൻ്റെ അടിയിൽ എന്തെല്ലാം നമ്മക്ക് ഇപ്പോഴുള്ളത് അടച്ചാനെ നന്നാക്കണേ എല്ലാം ഒന്നും കൊണ്ട് എല്ലാവും കൊണ്ട് നടക്കും ഈമാനോടെ മരിപ്പിക്കണേ അല്ല ഗുലുള്ള ഓതി ഈമാനോടെ മരിപ്പിച്ച് തരണേ അല്ല എന്നും പറഞ്ഞാൽ കിടക്കും എപ്പോൾ ഇറങ്ങുന്ന അസ്സലാമലൈക്കും ഈദ് മുബാറക് മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവി കണ്ടു അറിവിൻ്റെ കേദാരഭൂവി കണ്ടു മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവി കണ്ടു അറിവിൻ്റെ കേദാരഭൂവി കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വായികൾ കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വായികൾ കണ്ടു പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെൻ്റെ കൽബിൽ കണ്ടു പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെൻ്റെ കൽബിൽ കണ്ടു പൂമുഖം ഇന്നെൻ്റെ കൽബിൽ കണ്ടു മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവി കണ്ടു അറിവിൻ്റെ കേദാരഭൂവി കണ്ടു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വേളം ശാന്തിനഗർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസത്തുൽ ബനാത്തിലെ പൂർവകാല അധ്യാപകന്മാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ സഹപ്രവർത്തകരായുണ്ടായിരുന്ന ഏകദേശം ആൾക്കാരും
അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ഞാനും 2-3 ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 72 മുതൽ 1992 വരെ 1992 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മദ്രസയിലെ ഒരു അധ്യാപകനായിരുന്നു. അന്ന് സ്കൂൾ ഷിഫ്റ്റായതുകൊണ്ട് മദ്രസ ക്ലാസ്സുകൾ 2:30 മണിക്കാണ് തുടങ്ങാറ്. അതുവരെ നടന്നിരുന്ന വളരെ സജീവമായി നടന്നിരുന്ന മദ്രസത്തുൽ ബനാത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സ്ഥാപനം. വേളം ശാന്തിനഗർ മദ്രസത്തുൽ ബനാത്ത് എന്ന് പറയുന്നത് അറിയപ്പെട്ട കേരളത്തിലെ ഒരു വനിതാ സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിലാണ് ഞാൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത്. ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ മദ്രസ നിലവാരം മെച്ചപ്പെട്ടതാണെങ്കിലും ക്ലാസ്സുകൾ നടക്കാത്തതിൽ സങ്കടമുണ്ട്. നേർക്കുനേരെ ക്ലാസ്സുകളിൽ നിന്ന് അധ്യാപകൻ്റെ വായിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ മദ്രസയിൽ നിന്ന് ലഭിക്കുന്നില്ല. എല്ലാം ഓൺലൈനാണ്. ഇതുകൊണ്ട് എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ മദ്രസ സംവിധാനം പണ്ടത്തെ പോലെ ആകാൻ വേണ്ടി അള്ളാഹുവുമായി നമ്മൾ നിരന്തരം ബന്ധപ്പെടണം. കുട്ടികൾക്ക് മദ്രസ പാഠം പഠിക്കാനും അത് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും അത് വഴി അവർക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകാനും വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ചെറിയ പെരുന്നാൾ പൂനിലാവ് എന്ന പേരിൽ അധ്യാപകന്മാരും വിദ്യാർത്ഥികളും ഒരുക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിമ അരിമത്തു ഫാത്തിമ അല്ലാന്റെ ദൂതരി പൂമോള് ഫാത്തിമ അലിയാല തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ അയകുള്ള ഫാത്തിമ അരിമത്തു ഫാത്തിമ അല്ലാന്റെ ദൂതരി പൂമോള് ഫാത്തിമ അലിയാല തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ഫാത്തിമ അരിമപ്പു ഫാത്തിമ അല്ലാന്റെ ദൂതരി പൂമോള് ഫാത്തിമ അലിയാളി തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ഞാൻ പഠിച്ചത് എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ തിരുവള്ളൂരായിരുന്നു.
തിരുവള്ളൂർ 1ഉം 2ഉം ക്ലാസ് അവിടെ പഠിച്ച്. അത് ഒരു കാരണവശാൽ അങ്ങനെ സംഭവിച്ചു. അമ്മ അങ്ങേനും അതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ 3ആം ക്ലാസ്സിൽ ചേർത്ത്. അന്ന് കാസിമിക്കാനും 3ആം ക്ലാസ്സിൽ ഉസ്താദ് കൊടുമേൽ. പിന്നെ 4ആം ക്ലാസ്സിൽ KT ഉസ്താദ്, 5ൽ KP ഇസ്ലായി. അപ്പോൾ ഇസ്ലായി അന്ന് പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങളെപ്പോലത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും. ഇന്ന് അയാൾ എന്നെയും കണ്ടാൽ വയസ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അന്ന് ഒരിക്കലും നല്ല അഭിപ്രായമായിരുന്നു. നല്ല പഠിക്കുന്ന ആളാന്ന് ഇവിടെ വെച്ച് പഠിപ്പിക്കണം. അത് അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ രക്ഷിതാക്കൾക്ക് ഇത്രത്തോളം ബോധമില്ലല്ലോ, മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണം എന്നുള്ള ഇന്നത്തെ പോലെ തിരിച്ചറിവില്ലല്ലോ. ഇന്നല്ലേ ഉള്ളത്. ഇന്ന് മക്കൾ ഏതാ പഠിക്കുന്നത് വെച്ചാൽ അതിന് അങ്ങോട്ട് അത് പഠിച്ചോട്ടെ എന്നുള്ള. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ എൻ്റെ ഓർമ്മയിൽ 2 ആൾ മരിച്ചിട്ടുണ്ട്. ഒന്ന് തലക്കയിൽ അഹമ്മദ്, പുത്തലത്ത് അഹമ്മദ്, 2 ആൾ മരിച്ചുപോയി. ബാക്കിയുള്ളവരെ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ച ഒന്ന് കാസിംക ഉടമയിലെ, രണ്ടാമത് പിന്നെ KT ഉസ്താദ് KPK, പിന്നെ സൂപ്പിക്കായും പഠിപ്പിച്ചു. അത് ഏത് ക്ലാസ്സിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കമരണി ആളും പഠിപ്പിച്ചു. ഞാൻ പഠിക്കുന്ന സമയത്ത് 3ആം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് വിളിക്കുന്നുമ്പോഴേക്ക് മദ്രസത്തുൽ ബനാത്ത് ആയിട്ട് മാറിയത്. പെൺകുട്ടികളെ ഉദ്ദേശം കൊണ്ടാണല്ലോ അങ്ങോട്ട് മാറുന്നത്.
അപ്പാടെ കൂടെ അതിനായി വിട്ടൊരുങ്ങിത്തിരിച്ചു. പർവ്വതമുകളിൽ ചെന്നവർ പാറക്കല്ലിൽ തല ചായിച്ചു. തല ചായ്ച്ചു കമഴ്ന്നു കിടന്നൊരു തങ്ക കുഞ്ഞിന്റെ തല കൊയ്യാനായി താലോലിച്ചാറ്റി വളർത്തിയ കൈകൾ ഉയർന്നപ്പോൾ അരുതേ അരുതേ എന്നുള്ള ശരീരി കൽപ്പന കേൾക്കുന്നേ. കേൾക്കുന്നു കൽപ്പനയിൽ നരബലിയുടെ പകരം ഒരജബലി നടത്താൻ. അതുപോലവർ ചെയ്തു മടങ്ങിയ സന്തോഷ സ്മരണ മുസ്ലിം ലോകം കൊണ്ടാടും ഇന്നും ബലിപെരുന്നാൾ സുദിനം. ഇബ്രാഹിം നബിറയോനിൽ ഇടതടവിലാതിര പകലൊരു പോൽ ഇരു കൈകളുമേന്തിക്കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. ഇബ്രാഹിം നബിറയോനിൽ ഇടതടവിലാതിര പകലൊരു പോൽ ഇരു കൈകളുമേന്തിക്കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു സന്തോഷത്തിൻ്റെ ബലിപെരുന്നാൾ സുദിനം വന്നെത്തിയിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ബലിപെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആശംസകൾ കൈമാറി ബലിമൃഗങ്ങളെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബലികർമ്മം നടത്തി മാംസം ഭക്ഷിച്ചും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നേടാൻ വേണ്ടി ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഓർക്കാതെ നമ്മളുടെ ബലിപെരുന്നാൾ ആഘോഷം പൂർണ്ണമാവുകയില്ലല്ലോ. ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബിയെ അള്ളാഹുവിന് ബലിയർപ്പിക്കാൻ ഒരു സ്വപ്നത്തിലൂടെ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ എന്തും ചെയ്യാൻ തയ്യാറായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലിയറുക്കുവാൻ തയ്യാറായി. എന്നാൽ ഇസ്മായിൽ നബിയെ ബലിയറുക്കുന്നതിന് തൊട്ട് മുൻപ് അള്ളാഹുവിൻ്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടിനെയും കൊണ്ടുവന്ന് പറഞ്ഞു, താങ്കൾ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മകൻ ഇസ്മായിലിന് പകരം താങ്കൾ ഈ ആടിനെ ബലിയറുക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ത്യാഗസ്മരണ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ ബലിപെരുന്നാൾ ദിനത്തിലും മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബലിയറുക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഊഷ്മളമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി.
കുരിനിസ്മായിലിനെ അറക്കുമിട്ട് അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചെയ്തേ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയുടെ കഴുത്തറത്തിടുവാനായി ഉയർത്തി കത്തി. കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയുടെ കഴുത്തറത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കർത്താവിൻ മറുപടി അതു വിടുത്തി. വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഖലീലുള്ളാഹ്ക്ക്. വേഗം ആട്ടിനെ അറുത്തി ഇബ്രാഹിമിൻ ഹക്ക്. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. السلام عليكم. الدجاجة الذهبية. كان مزارع وزوجته يملكان دجاجة جميلة ذهبية اللون، وكانت هذه الدجاجة تضع كل يوم بيضة ذهبية. فكر المزارع بأن يذبح الدجاجة لاستخراج ما في بطنها من بيضات ذهبية ويبيعها ليحصل على الكثير من المال. نصحته زوجته بألا يفعل ذلك، إلا أنه لم يقبل. قام المزارع بذبح الدجاجة وشق بطنها، ولكن لم يجد فيه إلا الدم والأحشاء. جلس المزارع وزوجته يبكيان وينضبان اللحم، فقد خسر دجاجتهما الذهبية التي كانت مصدر رزقهما بسبب الطمع. السلام عليكم. യാദൽ ജലാലേ ആലങ്ങൾ കുടയോനേ അല്ലാ അല്ലാ വാഹിദയാ നൂറേ ഈമാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുൻപിൽ സുജൂദേകും ഹൃദയത്തിൻ വരം നൽകൂ തണലേകി റാഹിമായോനീ വരം നൽകൂ തണലേകി റാഹിമായോനേ അല്ലാ അല്ലാ യാദൽ ജലാലേ ആലങ്ങൾ കുടയോനേ ദിക്റ് പൊങ്ങും രാത്രികൾ നിൻ മദ്ഹിലുണരും
സുബ്ഹികൾ അടിമകൾക്കുടയോനവൻ അഖിലം പടച്ചവനാണവൻ ദിക്റ് പൊങ്ങും രാത്രികൾ നിൻ മദ്ഹിലുണരും സുബ്ഹികൾ അടിമകൾക്കുടയോനവൻ അഖിലം പടച്ചവനാണവൻ അല്ലാഹ് അഹദേ യാ ഖയ്യൂമുല്ലാഹ് അല്ലാഹ് സമദേ യാ ഹകീമുല്ലാഹ് അല്ലാഹ് അല്ലാഹ് യാ ദൽ ജലാലേ ആലങ്ങൾ കുടയോനേ. അസ്സലാമലൈക്കും. ഞാൻ റൈക്ക നസീം. മക്കത്ത് പൂത്തര നീണ്ട മരത്തിലെ ഓരിയായെങ്കിൽ ഹക്കുത്ത മുഹമ്മദ് നടകൊണ്ട വയിലെ മന്ദറിയായെങ്കിൽ മുത്തേ ബിലാലിൻ്റെ പാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാ നന്ദിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിലോ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊര ഈന്ത മരത്തിലെ ഓളിലിയായെങ്കിൽ ഹക്കുത്ത മുഹമ്മദ് നടകൊണ്ട വയിലെ മന്ദരിയായെങ്കിൽ. പതിനക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പതിനക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബ് കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും
തുഞ്ചത്ത് കുഞ്ഞണ്ണാനെ വീടവിടെ പഞ്ഞിമരത്തിൽ തുഞ്ചത്ത് ആമക്കുട്ട വീടവിടെ ആഹാ പുഴയുടെ തീരത്ത് കുഞ്ഞെ കുഞ്ഞെ വീടവിടെ കണ്ടോ കണ്ടോ മുറ്റത്ത്. റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ, എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ, മക്കയിലെല്ലാവർക്കും അൽ അമീനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മക്കയിലെല്ലാവർക്കും അൽ അമീനെ മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മുത്ത് മുഹമ്മദ് റസൂൽ ഖൽബിൽ സത്തായ ത്വഹ റസൂൽ. മുത്ത് മുഹമ്മദ് റസൂൽ ഖൽബിൽ സത്തായ ത്വഹ റസൂൽ. മദീന റൗളയിൽ മയങ്ങിടുന്നു മതി പോലുളയെങ്ങും പൂമുഖമേ. മദീന റൗളയിൽ മയങ്ങിടുന്നു മതി പോലുളയെങ്ങും പൂമുഖമേ. എന്നുവിൻ്റെ കിനാവിൻ വരണേ നബിയ ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എന്നുവിൻ്റെ കിനാവിൻ വരണേ നബിയ ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാമിക സമൂഹത്തിന് 2 ആഘോഷങ്ങളാണ് ഉള്ളത്. ഈദുൽ ഫിത്റും ഈദുൽ ആദയും. ബലിപെരുന്നാൾ വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നത് ത്യാഗനിർഭരവും സ്നേഹസുരഭിരവുമായ ജീവിത സന്ദേശത്തെയാണ്. ജനതയുടെ നായകനും റബ്ബിന്റെ കൂട്ടുകാരനുമായ ഇബ്രാഹിം നബിയുടെ ജീവിതകഥ. ദൈവത്തിന്റെ മുന്നിൽ ജീവിത സമർപ്പണവും ആത്മാർപ്പണവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ജ്വലിക്കുന്ന സ്മരണയും സർവ്വലൗകിക സാഹോദര്യം വിളിച്ചോതുന്ന ഹജ്ജും ബലിപെരുന്നാളിന് പിന്നിലുള്ള ഒരു സന്ദേശമാണ്. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന മണ്ണിൽ വിനയവിധേയരായി വിശ്വാസികൾ സംഗമിക്കുന്നു. വിശ്വമാനവികതയും സാഹോദര്യവും സാമൂഹികതയുമാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ജീവിതപാഠം. ഇത് വിനിമയം ചെയ്യാനുള്ള ഒരു അവസരമായി നമുക്ക് ഈ ആഘോഷവേളയെ പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഈദാശംസകൾ. ഹായ് കൂട്ടുകാരി, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ആ കഥയുടെ പേരാണ് അണ്ണാരക്കണ്ണന്റെ മടി. ഒരിടത്ത് മടിയനായ അണ്ണാരക്കണ്ണൻ താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ മാവിൻ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. വല്ലാത്ത വിശപ്പ്. അവൻ മാവിൻ മുകളിലോട്ട് നോക്കി. ഹായ്, ഇത്ര മാമ്പഴങ്ങൾ, അതിൽ ഒരെണ്ണം കിട്ടിയാൽ തിന്നാമായിരുന്നു. പക്ഷേ അണ്ണാരക്കണ്ണന് മരത്തിൽ പറിക്കാൻ മടി തോന്നി. മാമ്പഴം പറിക്കാൻ എന്താണ് ഒരു വഴി? അവൻ ആലോചിച്ചു. അപ്പോഴാണ് തൻ്റെ കൂട്ടുകാരനായ ടിക്കിൻ കാറ്റിനെ വന്നത്. ടിക്കിൻ കാറ്റി ഒന്നിവിടെ വീശാമോ? അണ്ണാരക്കണ്ണൻ പറയുന്നത് കേട്ട് ടിക്കിൻ കാറ്റ് പതുക്കെ വീശി.
മാവിൻ മുകളിൽ നിന്ന് ഒരൊറ്റ മാമ്പഴം പോലും താഴെ വീണില്ല. നിനക്ക് ദേഷ്യം വന്നു. നിനക്ക് വിഷയമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. അണ്ണാരക്കണ്ണൻ പറയുന്നത് കേട്ട് തെക്കൻ കാറ്റ് ശക്തിയായി വീശി മാമ്പഴങ്ങൾ വീണു. വയറും നിറഞ്ഞു. എനിക്ക് വെച്ച് കിടക്കാം. അണ്ണാരക്കണ്ണൻ തൻ്റെ കൂട്ടിലോട്ട് നോക്കി. അയ്യോ, എൻ്റെ കൂട്, അയ്യോ. തെക്കൻ കാറ്റ് ശക്തിയായി വീശിയപ്പോൾ അണ്ണാരക്കണ്ണനെ നിലത്ത് വിളിച്ച് ഇതറിപ്പോയി. അണ്ണാരക്കണ്ണൻ വീണ്ടും കൂടുണ്ടാക്കേണ്ടി വന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? മടിയൻ മല ചുമക്കും. അസ്സലാമു അലൈക്കും. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. മുത്ത് റസൂൽ തങ്ക തേരിൽ വരുന്നത് കണ്ട്, ഹൂറുന്നീസാനിങ്ങൾ ആടിക്കളിക്കണ കണ്ട്, മുത്ത് റസൂൽ തങ്ക തേരിൽ വരുന്നത് കണ്ട്, ഹൂറുന്നീസാനിങ്ങൾ ആടിക്കളിക്കണ കണ്ട്, സ്വർണ്ണക്കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട്, സ്വർണ്ണപ്പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട്, ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ കോവിഡ് മഹാമാരി പിടിമുറുക്കിയ ഈ വേളയിൽ മദ്രസയും പള്ളിയും ഈദ്ഗാഹുകളും ഒന്നുമില്ലാത്ത ഈ സാഹചര്യം മറികടന്ന് എല്ലാം സമാധാനമായി തീരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ലോക ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും പത്നി ഹാജറ ബീവിയുടെയും പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ത്യാഗപൂർവമായ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ. കയുത്തൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ഉടനെ കയുത്തൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കു ബാപ്പ, നേരെ പിടിവൾ വച്ചറുക്കു ബാപ്പ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. ഉടനെ കയുത്തൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ.
ഉടനെ കഴുത്തൻ്റെതറുക്കൂ ബാപ്പ. ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും. മറയുന്ന പകലും ഉറക്കുന്ന രാവും മടങ്ങി വരുമെന്ന് കരുതരുതാരും. മറക്കേണ്ട മരണം അതു നിശ്ചയം. മയക്കുന്ന ഈ ലോകം വെറും നശ്വരം. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും. ഓർക്കുമ്പോ പരലോകം ഒരുപാട് ദൂരെ. ഒരു നിമിഷം ശ്വാസം നിലച്ചാൽ നാം അവിടെ. ഓരോരോ മരണവും പറയുന്നു നേരെ. ഒരുങ്ങിയിരുന്നോ നിൻ യാത്രയരികെ. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും. കരയണം പറയണം ഇലാഹോടു നിത്യം. കനിവവൻ ചൊരിഞ്ഞാൽ വിജയിക്കും സത്യം. കറപുരളാതെ കാക്കേണം സത്വം. കഴുകിക്കളയണം പാപങ്ങൾ മൊത്തം. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു പ്രിയപ്പെട്ട പലരും അരികിൽ നിന്നും. പിരിയുകയാണീ ദുനിയാവിൽ നിന്നും പറയാതെയോരോ നിമിഷം തോറും പറവകൾ പോലെ പറന്നകലുന്നു